ഒരു നീണ്ട യാത്ര കഴിഞ്ഞ് വല്ലാതെ ക്ഷീണിച്ച് എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതിയായിരുന്നെന്ന് നമ്മളൊക്കെ പലരും ചിന്തിക്കാറില്ലേ? നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് എത്രയും വേഗം ഓടിയെത്താനുള്ള ആ ഒരു കൊതി, ആ കാത്തിരിപ്പ് 10 വർഷത്തോളം നീണ്ടു നിന്നാൽ എങ്ങനെയുണ്ടാവും? അതും പോരാഞ്ഞിട്ട് വീട്ടിലേക്കുള്ള വഴിയിൽ മുഴുവൻ കടൽ രാക്ഷസന്മാരും വഴി തെറ്റിക്കുന്ന മായാജാലങ്ങളും കോപിച്ചു നിൽക്കുന്ന ദൈവങ്ങളുമാണെങ്കിലോ? ഇതാണ് ഹോമറിൻ്റെ ഒഡീസി എന്ന ഇതിഹാസത്തിൻ്റെ കാതൽ. പുറമേ നോക്കുമ്പോൾ ഇതൊരു വലിയ യുദ്ധത്തിൻ്റെയും രാക്ഷസന്മാരുടെയും മാന്ത്രികരുടെയും ഒക്കെ കഥയാണെങ്കിലും ഇതിൻ്റെ ഉള്ളടക്കം വളരെ ലളിതവും വൈകാരികവുമാണ്. സ്വന്തം ഭാര്യയെയും മകനെയും വീണ്ടും കാണാൻ തൻ്റെ നാടായ ഇത്താക്കയിലേക്ക് മടങ്ങാൻ കൊതിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ അതിതീവ്രമായ ആഗ്രഹത്തിൻ്റെ കഥയാണിത്. നമ്മളിൽ ആർക്കും വളരെ വേഗം റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വികാരം. ഈ കഥയുടെ കരുത്തും ആഴവും എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ ഹോളിവുഡിലെ പ്രശസ്ത സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ ഈ ഇതിഹാസത്തെ ഇപ്പോൾ വെള്ളിത്തിരയിൽ എത്തിച്ചിരിക്കുകയാണ്. നൂറ്റാണ്ടുകളായി മനുഷ്യരെ ആവേശം കൊള്ളിക്കുന്ന ആ യാത്രയുടെ കഥ നമുക്കൊന്ന് നോക്കാം. രണ്ടായിരത്തി 800 വർഷങ്ങൾക്ക് മുൻപ് ഹോമർ എന്ന പേരിൽ അന്ധനായ ഒരു കവി 2 വലിയ ഇതിഹാസങ്ങൾ രചിച്ചു. അതിലൊന്ന് ഇലിയഡായിരുന്നു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു പദ്ധതിയിലൂടെ ഒരു വലിയ നഗരം കീഴടക്കപ്പെട്ട ട്രോജൻ യുദ്ധത്തിൻ്റെ കഥയായിരുന്നു അത്. എന്നാൽ ട്രോജന്മാർ പരാജയപ്പെട്ടതോടെ ഈ അന്ധനായ കവിയുടെ ശ്രദ്ധ പിന്നീട് ഒഡീസിയസ് എന്ന വീരനിലേക്കായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഇതിഹാസമായ ഒഡീസി പിറന്നു. അത് ഒഡീസിയസിൻ്റെ നാട്ടിലേക്കുള്ള മടക്കയാത്രയുടെ കഥയാണ് പറയുന്നത്. ട്രോജൻ കുതിരയെ നിർമ്മിച്ചതിലൂടെ ഒഡീസിയസ് അസാധ്യമായ ഒരു വിജയം ഉറപ്പാക്കുകയും ഗ്രീക്കുകാരിൽ വെച്ച് ഏറ്റവും തന്ത്രശാലിയായ വ്യക്തി താനാണെന്ന് തെളിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനിടയിലൊക്കെ ഒഡീസിയസ് ഒരു കാര്യം മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ: തൻ്റെ ജന്മനാടായ ഇത്താക്കയിലേക്ക് മടങ്ങിപ്പോകണം. അവിടെ തൻ്റെ ഭാര്യ പെൻലോപ്പിനെയും മകൻ ടെലിമാക്കസിനെയും കാണണം. എന്നാൽ കുടുംബം അദ്ദേഹത്തിനായി കാത്തിരിക്കുമ്പോൾ ഒഡീസിയസിൻ്റെ മടക്കയാത്ര നീണ്ട 10 വർഷമെടുക്കുമെന്ന് ആരും അറിഞ്ഞില്ല. ആ സമയത്ത് അദ്ദേഹത്തിനും കൂട്ടുകാർക്കും മനുഷ്യരാശിക്ക് അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ രാക്ഷസന്മാരെ നേരിടേണ്ടി വരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളോളം പറയപ്പെടാൻ പോകുന്ന അത്രയും വലിയ ഒരു യാത്രയായിരുന്നു അത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ കഥ. ഒഡീസിയസ് ഇത്താക്ക എന്ന ഗ്രീക്ക് ദ്വീപ് ഭരിച്ചിരുന്ന രാജാവായിരുന്നു. എന്നാൽ സ്പാർട്ടൻ രാജ്ഞിയായ ഹെലനെ തിരിച്ചു കൊണ്ടുവരാൻ ട്രോയിൽ 10 വർഷത്തോളം അദ്ദേഹം യുദ്ധം ചെയ്തു. ഇപ്പോൾ ആ ദൗത്യം കഴിഞ്ഞതോടെ തനിക്കായി കാത്തിരിക്കുന്ന ഭാര്യയുടെയും മകൻ്റെയും അടുത്തേക്ക് മടങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു. ട്രോജൻ തീരത്ത് തൻ്റെ കപ്പലുകൾ ഒരുമിച്ച് കൂട്ടി ഒഡീസിയസ് യാത്ര തിരിച്ചു. ഒടുവിൽ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയുന്നതിൻ്റെ ആശ്വാസത്തിലായിരുന്നു അദ്ദേഹം. ആദ്യം അവർ സാധനങ്ങൾ വാങ്ങാൻ വടക്കോട്ട് പോയി ഇസ്മാര തീരത്തിറങ്ങി. ട്രോജന്മാരുടെ കൂടെ യുദ്ധം ചെയ്ത സിക്കോൺസ് എന്ന ഗോത്രത്തിൻ്റെ നാടായിരുന്നു അത്. സാധനങ്ങൾ ശേഖരിക്കുന്നതിനിടയിൽ സിക്കോൺസ് ഒഡീസിയസിനെയും കൂട്ടരെയും ആക്രമിച്ചു. വലിയൊരു കൂട്ടമായിരുന്നതുകൊണ്ട് അവർക്ക് തിരികെ കപ്പലുകളിലേക്ക് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. പിന്നീട് തെക്കോട്ട് യാത്ര ചെയ്ത് ഗ്രീസിൻ്റെ തീരങ്ങൾ ചുറ്റി അവർ ഇത്താക്ക ലക്ഷ്യമാക്കി വടക്കോട്ട് നീങ്ങി. എന്നാൽ വീടിനടുത്തേക്ക് എത്താറായപ്പോൾ വലിയൊരു കൊടുങ്കാറ്റ് വീശിയടിച്ച് അവർ വഴിതെറ്റി. അങ്ങനെ അവർ ലോട്ടസ് ഈറ്റേഴ്സിൻ്റെ ദ്വീപിൽ എത്തിച്ചേർന്നു. വഴിതെറ്റി ആശയക്കുഴപ്പത്തിലായ ഒഡീസിയസും കൂട്ടരും കപ്പലിൽ നിന്നിറങ്ങി അവിടുത്തെ ആളുകളോട് വഴി ചോദിക്കാൻ തീരുമാനിച്ചു. എന്നാൽ വഴി പറഞ്ഞു തരുന്നതിന് പകരം അവർ മറ്റൊരു കാര്യമാണ് നൽകിയത്: ആ ദ്വീപിലെ താമര മരങ്ങളിലെ പഴങ്ങൾ. ഈ താമരപ്പഴങ്ങളിൽ വളരെ വീര്യമുള്ള ഒരു മയക്കുമരുന്ന് ഉണ്ടായിരുന്നുവെന്ന് ഒഡീസിയസിന് അറിയില്ലായിരുന്നു. അത് കഴിക്കുന്നവർ ഉറങ്ങിപ്പോവുകയും തങ്ങളുടെ ഭൂതകാലം മറന്ന് എന്നേക്കുമായി ആ ദ്വീപിൽ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യും. തൻ്റെ ആളുകൾ ഓരോരുത്തരായി വീണുറങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒഡീസിയസിന് ഇതിൽ അപകടം മനസ്സിലായി. ഉടനെ ആ പഴം കഴിക്കുന്നതിന് അദ്ദേഹം വിലക്കി. ഉറങ്ങിപ്പോയ കൂട്ടുകാരെ എടുത്ത് കപ്പലുകളിലേക്ക് കൊണ്ടുപോയി അവർ വേഗത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. വഴി തെറ്റിപ്പോയതുകൊണ്ട് ഒഡീസിയസും കൂട്ടരും വിചാരിച്ചതിലും കൂടുതൽ സമയം കടലിൽ ചെലവഴിക്കേണ്ടി വന്നു. അവരുടെ കയ്യിലെ ഭക്ഷണമെല്ലാം തീരാറായിരുന്നു. അവർ കണ്ട ആദ്യത്തെ ദ്വീപിൽ നിർത്തിയപ്പോൾ ദൂരെ ഒരു ആട്ടിടേൻ്റെ ക്യാമ്പ് അവർ കണ്ടു. ഒഡീസിയസ് കുറച്ചുപേരെ കൂട്ടി അങ്ങോട്ടേക്ക് പോയി. കയ്യിൽ കൊടുക്കാൻ കുറച്ച് വീഞ്ഞും അവർ കരുതിയിരുന്നു. അവിടെ ഒരു വലിയ ഗുഹയ്ക്കുള്ളിൽ ഇഷ്ടം പോലെ പാൽക്കട്ടിയും ഇറച്ചിയും കണ്ടപ്പോൾ വിശന്നിരുന്ന അവർക്ക് വലിയ സന്തോഷമായി. അവർ അതെടുത്ത് കഴിക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്ന് ഗുഹയുടെ ഉടമസ്ഥൻ തിരിച്ചെത്തി. സമുദ്രദേവനായ പൊസൈഡൻ്റെ മകനും ഭീമാകാരനായ ഒറ്റക്കണ്ണനുമായ പോളിഫീമസ് എന്ന സൈക്ലോപ്സ് ആയിരുന്നു അത്. അവനൊരു വലിയ പാറ കൊണ്ട് ഗുഹയുടെ വാതിലടച്ചു. തങ്ങൾ കച്ചവടത്തിന് വന്നതാണെന്ന ഒഡീസിയസിൻ്റെ വാക്കുകൾ കേൾക്കാതെ പോളിഫീമസ് 2 പേരെ പിടിച്ച് ഞെരുക്കിക്കൊന്ന് അവരെ തിന്നു. പിന്നെ അവൻ ഗുഹയിൽ നിന്ന് പോയി. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വന്ന് ബാക്കിയുള്ളവരെ ഓരോരുത്തരെയായി തിന്നാൻ തുടങ്ങി. ഇവനെ ശക്തി കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഒഡീസിയസ് ഒരു തന്ത്രം മെനഞ്ഞു. ഒഡീസിയസ് താൻ കൊണ്ടുവന്ന വീഞ്ഞ് അവന് കുടിക്കാൻ കൊടുത്തു. വീഞ്ഞു കുറിച്ച് മത്തനായി വീണ സൈക്ലോപ്സ് ഒഡീസിയസിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. ഒഡീസിയസ് തൻ്റെ പേര് ആരുമല്ല, അതായത് നോബഡി എന്നാണ് പറഞ്ഞത്.
അവന് നന്ദി പറഞ്ഞുകൊണ്ട് സൈക്ലോപ്സ് ഉറങ്ങാൻ കിടന്നു. അപ്പോൾ ഒഡീസിയസ് ഗുഹയിൽ നിന്ന് കിട്ടിയ ഒരു മരക്കുറ്റി കൂർപ്പിച്ച് അവന്റെ കണ്ണിലേക്ക് കുത്തിയിറക്കി അവനെ അന്ധനാക്കി. ഗുഹയുടെ വാതിലിലെ പാറ മാറ്റാൻ അവനെ ജീവനോടെ നിർത്തേണ്ടത് ആവശ്യമായിരുന്നു. വേദന കൊണ്ട് പോളിഫീമസ് അലറി വിളിച്ചു. ഇത് കേട്ട് മറ്റു സൈക്ലോപ്സുകൾ ഓടി വന്ന് എന്താണ് ഉണ്ടായതെന്നും ആരാണ് നിന്നെ കൊല്ലുന്നതെന്നും ചോദിച്ചു. അപ്പോൾ പോളിഫീമസ് വിളിച്ചു പറഞ്ഞു, ആരുമല്ല എന്നെ കൊല്ലുന്നത്, അതായത് നോബഡി ഈസ് കില്ലിങ് മീ. ഇത് കേട്ടവർ ആശയക്കുഴപ്പത്തിലായി തിരിച്ചുപോയി. പിറ്റേ ദിവസം രാവിലെ ആടുകളെ പുറത്തുവിടാൻ പോളിഫീമസ് പാറ മാറ്റിയപ്പോൾ ഒഡീസിയസും കൂട്ടുകാരും ആടുകളുടെ അടിയിൽ കെട്ടിത്തൂങ്ങി പുറത്തു കിടന്നു. അവർ വേഗത്തിൽ കപ്പലിൽ കയറി രക്ഷപ്പെട്ടു. എന്നാൽ അപ്പോൾ ഒഡീസിയസ് ഒരു വലിയ അബദ്ധം ചെയ്തു. തൻ്റെ വിജയത്തിൻ്റെ അഹങ്കാരത്തിൽ തൻ്റെ പേര് ആരുമല്ല, അതായത് നോബഡി എന്നല്ല, മറിച്ച് ട്രോജൻ യുദ്ധത്തിലെ വീരനായ ഒഡീസിയസ് ആണെന്ന് അവൻ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട പോളിഫീമസ് തൻ്റെ അച്ഛനായ പൊസൈഡനോട് കാര്യം പറയുകയും തൻ്റെ മകനെ അന്ധനാക്കിയതിന് പ്രതികാരമായി ഒഡീസിയസിന് അടുത്ത 10 വർഷം കടലിൽ അലയേണ്ടി വരുമെന്നും അവൻ്റെ ആളുകളെല്ലാം മരിക്കുമെന്നും പൊസൈഡൻ ശപിച്ചു. ഈ ശാപത്തെക്കുറിച്ച് അറിയാതെ അവർ എയോളിയ എന്ന ദ്വീപിലെത്തി. അവിടുത്തെ രാജാവായ ഇയോലസ് ഒഡീസിയസിന് ഒരു വലിയ സമ്മാനം നൽകി. കാറ്റുകളെല്ലാം അടക്കം ചെയ്ത ഒരു തുകൽ സഞ്ചി. അത് ശരിയായി ഉപയോഗിച്ചാൽ അവർക്ക് വേഗത്തിൽ നാട്ടിലെത്താം. അവർ യാത്ര തുടങ്ങി. ഇത്താക്ക ദൂരെ കാണാൻ തുടങ്ങി. എന്നാൽ ഒഡീസിയസ് ഉറങ്ങിയ സമയത്ത് ആ സഞ്ചിയിൽ നിറയെ സ്വർണവും വെള്ളിയുമാണെന്ന് കരുതി അത് തുറന്നു നോക്കിയ കൂട്ടുകാർ കാരണം കാറ്റെല്ലാം പുറത്തു ചാടി. കപ്പൽ വീണ്ടും പഴയ ദ്വീപിലേക്ക് തന്നെ പോയി. എന്നാൽ ഇത്തവണ രാജാവ് അവരെ സഹായിക്കാൻ തയ്യാറായില്ല. ദൈവങ്ങളുടെ കോപമുള്ളവരെ താൻ സഹായിക്കില്ലെന്ന് പറഞ്ഞ അദ്ദേഹം അവരെ അവിടെ നിന്നും ഇറക്കിവിട്ടു. യാത്ര തുടർന്ന് അവർ ലാസ്ട്രഗോണിയ എന്ന സ്ഥലത്തെത്തി. ഭക്ഷണം അന്വേഷിച്ചു പോയ അവർക്ക് മനസ്സിലായി ഇത് നരഭോജികളായ ഭീമന്മാരുടെ നാടാണെന്ന്. അവർ കപ്പലുകൾക്ക് നേരെ വലിയ പാറകൾ എറിഞ്ഞു. ഒരു കപ്പൽ ഒഴികെ ബാക്കിയെല്ലാം നശിച്ചുപോയി. ഒഡീസിയസ് കഷ്ടിച്ച് ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു. തളർന്ന അവസരമായ അവർ ഏയ എന്നൊരു ദ്വീപിലെത്തി. സൂര്യദേവന്റെ മകളായ സെർസി എന്ന മനോഹരിയായ മന്ത്രവാദിനിയുടെ നാടായിരുന്നത്. ഭക്ഷണം തേടിപ്പോയ ഒഡീസിയസിന്റെ ആളുകളെ സെർസി തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. എന്നാൽ അവർക്ക് നൽകിയ ഭക്ഷണത്തിൽ അവൾ ഒരു രഹസ്യ ചേരുവ ചേർത്തിരുന്നു. അത് കഴിച്ചുറങ്ങിയ അവർ ഉണർന്നത് പന്നികളായിട്ടാണ്. ഇത് കണ്ട് പേടിച്ചോടിയ ഒരാൾ ഒഡീസിയസിനോട് കാര്യം പറഞ്ഞു. അവരെ രക്ഷിക്കാൻ പോയ ഒഡീസിയസിനെ വഴിയിൽ വെച്ച് ഹെർമിസ് എന്ന ദേവൻ സഹായിച്ചു. അദ്ദേഹം കൊടുത്ത ഒരു മാന്ത്രിക പച്ചമരുന്ന് ഉപയോഗിച്ചതുകൊണ്ട് സെർസിയുടെ മന്ത്രവാദം ഒഡീസിയസിനെ ഏറ്റില്ല. ഒഡീസിയസ് തൻ്റെ വാളെടുത്ത് സെർസിയെ ഭീഷണിപ്പെടുത്തി തൻ്റെ ആളുകളെ വീണ്ടും മനുഷ്യരാക്കി മാറ്റാൻ ആവശ്യപ്പെട്ടു. അവൾ അങ്ങനെ ചെയ്തു. ഒഡീസിയസിൻ്റെ ധീരതയിൽ ആകൃഷ്ടയായ അവൾ അവനെ തന്നോടൊപ്പം നിൽക്കാൻ ക്ഷണിച്ചു. അവർക്ക് ഒരു മകനും ജനിച്ചു. ഒരു വർഷത്തിന് ശേഷം തിരിച്ചു പോകാൻ തീരുമാനിച്ചപ്പോൾ പാതാളത്തിൽ പോയി ടൈറീസിയസ് എന്ന പ്രവാചകനെ കണ്ടാൽ യാത്രയെക്കുറിച്ച് ഉപദേശം കിട്ടുമെന്ന് സെർസി പറഞ്ഞു. സെർസിയുടെ ഉപദേശപ്രകാരം ഒഡീസിയസ് ലോകത്തിൻ്റെ അറ്റത്തുള്ള പാതാളത്തിലേക്ക് പോയി. അവിടെ വെച്ച് പ്രവാചകനായ ടൈറീസിയസിനെ വിളിച്ചു വരുത്തി. സൂര്യദേവനായ ഹീലിയോസിന്റെ ദ്വീപിലെത്തുമ്പോൾ അവിടുത്തെ പശുക്കളെ യാതൊരു കാരണവശാലും ഉപദ്രവിക്കരുതെന്നും അങ്ങനെ ചെയ്താൽ മരണം നിശ്ചയമാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. യാത്ര തുടർന്ന അവർക്ക് പെട്ടെന്ന് മനോഹരമായ ഒരു പാട്ട് കേൾക്കാൻ കഴിഞ്ഞു. പാട്ടുപാടി നാവികരെ ആകർഷിച്ചു കൊല്ലുന്ന സൈറനുകളുടെ നാടായിരുന്നു അത്. സെർസി പറഞ്ഞതനുസരിച്ച് ഒഡീസിയസ് തൻ്റെ ആളുകളുടെ ചെവിയിൽ മെഴുകു വെച്ചടച്ചു. എന്നാൽ തനിക്ക് ആ പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കപ്പലിൻ്റെ കൊടിമരത്തിൽ കെട്ടിയിടാൻ ഒഡീസിയസ് ആവശ്യപ്പെട്ടു. പാട്ട് കേട്ട് അവിടേക്ക് പോകാൻ ഒഡീസിയസ് കെഞ്ചിയെങ്കിലും ചെവി അടച്ചിരുന്നതുകൊണ്ട് ആരും അത് കേട്ടില്ല. അങ്ങനെ സൈറനുകളുടെ പാട്ട് കേട്ടിട്ടും ജീവനോടെ രക്ഷപ്പെട്ട ആദ്യത്തെ മനുഷ്യനായി ഒഡീസിയസ് മാറി. അത് കാരണം ആ സൈറനുകൾ ആത്മഹത്യ ചെയ്തു. പിറ്റേ ദിവസം ഒഡീസിയസിന് വലിയൊരു തീരുമാനം എടുക്കാനുണ്ടായിരുന്നു. ഒരു ഇടുങ്ങിയ വഴിയിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് സെർസി പറഞ്ഞിരുന്നു. അതിൻ്റെ വലതുവശത്ത് സില്ല എന്ന 6 തലയുള്ള കടൽ രാക്ഷസനും ഇടതുവശത്ത് വരുന്നതെല്ലാം വിളങ്ങുന്ന കാരിബ്ഡിസ് എന്ന നീർച്ചുഴിയുമാണ് ഉണ്ടായിരുന്നത്. നീർച്ചുഴിയിൽ പെട്ടാൽ കപ്പൽ മുഴുവൻ നശിക്കും എന്നതുകൊണ്ട് സില്ലയുടെ അടുത്തുകൂടി പോകാൻ അദ്ദേഹം തീരുമാനിച്ചു. രാക്ഷസൻ അദ്ദേഹത്തിന്റെ 6 ആളുകളെ പിടിച്ചെടുത്തു. എങ്കിലും അവർക്ക് മുന്നോട്ട് പോകേണ്ടി വന്നു. അടുത്തതായി അവർ സൂര്യദേവനായ ഹീലിയോസിന്റെ ദ്വീപിലെത്തി. ടൈറീസിയസ് പറഞ്ഞതനുസരിച്ച് പശുക്കളെ തുടരുതെന്ന് ഒഡീസിയസ് കൂട്ടുകാരോട് കർശനമായി പറഞ്ഞു. എന്നാൽ ഒരു മാസം അവിടെ കുടുങ്ങിപ്പോയ അവർ പട്ടിണി കാരണം ഒഡീസിയസ് ഉറങ്ങിയ സമയത്ത് പശുക്കളെ കൊന്നു തിന്നു. ഇതറിഞ്ഞ സൂര്യദേവൻ സ്യൂസ് ദേവനോട് പരാതിപ്പെട്ടു. കോപിഷ്ഠനായ സ്യൂസ് ഒരു മിന്നൽ പിണര് കൊണ്ട് അവരുടെ കപ്പൽ 2ആയി പിളർത്തി. ഒഡീസിയസ് ഒഴികെ ബാക്കിയുള്ളവരെല്ലാം മരിച്ചുപോയി. പൊസൈഡന്റെ ശാപം അങ്ങനെ ഫലിച്ചു. തകർന്ന കപ്പലിന്റെ ഒരു കഷ്ണത്തിൽ പിടിച്ച് 9 പകലും രാത്രിയും കിടന്ന അവൻ 10ാം ദിവസം കലിപ്സോ എന്ന ദേവതയുടെ ദ്വീപിലെത്തി. കലിപ്സോയ്ക്ക് ഒഡീസിയസിനോട് പ്രണയം തോന്നി. അവനെ അമരനാക്കാമെന്നും അവിടെ തന്നെ നിൽക്കണമെന്നും അവൾ പറഞ്ഞു. എന്നാൽ ഭാര്യയെയും മകനെയും കാണാൻ ആഗ്രഹിച്ച ഒഡീസിയസ് അത് നിരസിച്ചു. ഇതിൽ ദേഷ്യം വന്ന കലിപ്സോ അവനെ 7 വർഷം അവിടെ തടവിലിട്ടു. ഒടുവിൽ അഥീന ദേവിയുടെ അപേക്ഷ പ്രകാരം സ്യൂസ് ഇടപെടുകയും അവനെ പോകാൻ അനുവദിക്കാൻ കലിപ്സയോട് ആവശ്യപ്പെടുകയും ചെയ്തു. അവൾ ഉണ്ടാക്കി കൊടുത്ത ചെറിയ ചങ്ങാടത്തിൽ യാത്ര തിരിച്ച അവനെ പൊസൈഡൻ വീണ്ടും കൊടുങ്കാറ്റുണ്ടാക്കി ആക്രമിച്ചു. കഷ്ടിച്ച് രക്ഷപ്പെട്ട അവൻ നഗ്നനായി സ്കെറിയ എന്ന ദ്വീപിൽ എത്തിച്ചേർന്നു. സ്കെറിയ ദ്വീപ് ഫീഷ്യൻസിന്റെ നാടായിരുന്നു.
അവിടുത്തെ രാജകുമാരിയായ നൗസിക അവനെ കാണുകയും വസ്ത്രങ്ങൾ നൽകി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടുത്തെ രാജാവും രാജ്ഞിയും അവനെ സൽക്കരിച്ചു. അവിടെ പാട്ടുകാരൻ ട്രോജൻ യുദ്ധത്തെക്കുറിച്ചും തന്ത്രശാലിയായ ഒഡീസിയസിനെ കുറിച്ചും പാടിയപ്പോൾ അത് കേട്ട് ഒഡീസിയസ് പൊട്ടിക്കരഞ്ഞു. അപ്പോഴാണ് രാജാവിന് സംശയം തോന്നിയതും അവൻ ആരാണെന്ന് ചോദിച്ചതും താൻ തന്നെയാണ് ഒഡീസിയസ് എന്നും കഴിഞ്ഞ 10 വർഷമായി താൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും അവൻ അവരോട് പറഞ്ഞു. ഇത് കേട്ട് അത്ഭുതപ്പെട്ട രാജാവ് അവന് നിറയെ സ്വർണവും വെള്ളിയും നൽകി ഒരു കപ്പലിൽ അവനെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. 20 വർഷങ്ങൾക്ക് ശേഷം ഒഡീസിയസ് തന്റെ നാടായ ഇത്താക്കയിലേക്ക് കാലുകുത്തി. എന്നാൽ കാര്യങ്ങൾ പണ്ടത്തെ പോലെയല്ലെന്ന് അഥീന ദേവി അവന് മുന്നറിയിപ്പ് നൽകി. പെനലോപ്പിനെ വിവാഹം കഴിക്കാൻ 100-ലധികം ആളുകൾ ഇപ്പോൾ ആ കൊട്ടാരത്തിൽ താവളമടിച്ചിട്ടുണ്ട്. ഭർത്താവ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ അവരെ ഒഴിവാക്കാൻ പെനലോപ്പ് വർഷങ്ങളോളം പല തന്ത്രങ്ങളും പ്രയോഗിച്ചിരുന്നു. അഥീന ഒഡീസിയസിനെ ഒരു വൃദ്ധനായ യാചകന്റെ രൂപത്തിലാക്കി. അവൻ ആദ്യം തന്റെ വിശ്വസ്തനായ ഭൃത്യൻ എമിയസിന്റെ അടുത്തേക്ക് പോയി. അപ്പോഴേക്കും അവനെ അന്വേഷിച്ചു പോയ മകൻ ടെലിമാക്കസും അവിടെ എത്തി. അഥീന ഒഡീസിയസിനെ സ്വന്തം രൂപത്തിലേക്ക് മാറ്റിയപ്പോൾ അച്ഛനെ തിരിച്ചറിഞ്ഞ ടെലിമാക്കസ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്നാൽ കൊട്ടാരത്തിലുള്ളവരെ നേരിടേണ്ടതുകൊണ്ട് അവൻ വീണ്ടും യാചകന്റെ രൂപത്തിലേക്ക് മാറി. കൊട്ടാരത്തിലെത്തിയപ്പോൾ പെനലോപ്പും ഒരു മത്സരം വെച്ചിരിക്കുന്നതാണ് അവൻ കണ്ടത്. ഒഡീസിയസിന്റെ പഴയ വലിയ വില്ല് കുലച്ച് 12 കോടാലികളുടെ ദ്വാരത്തിലൂടെ അമ്പ് പായിക്കുന്നയാളെ അവൾ വിവാഹം കഴിക്കുമെന്നതായിരുന്നു അത്. വന്നവർക്കാർക്കും ആ വില്ല് കുലയ്ക്കാൻ പോലും കഴിഞ്ഞില്ല. അപ്പോൾ യാചകന്റെ രൂപത്തിലുള്ള ഒഡീസിയസ് താനൊന്ന് ശ്രമിക്കാമെന്ന് പറഞ്ഞു. എല്ലാവരും പരിഹസിച്ച് ചിരിച്ചെങ്കിലും അവൻ അനായാസം വില്ല് കുലച്ച് ലക്ഷ്യം കണ്ടു. പിന്നീട് അവൻ ആ വില്ല് അവർക്ക് നേരെ തിരിച്ചു. ടെലിമാക്കസ് നേരത്തെ തന്നെ അവരുടെ ആയുധങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഒഡീസിയസും മകനും ചേർന്ന് കൊട്ടാരത്തിലുണ്ടായിരുന്ന എല്ലാ ശത്രുക്കളെയും കൊന്നിടുകയും. ഇവിടെ നമ്മുടെയൊക്കെ കണ്ണ് നനയിക്കുന്ന വളരെ ഹൃദയസ്പർശിയായ മറ്റൊരു സംഭവം കൂടിയുണ്ട്. അത് ഒഡീസിയസിന്റെ വളർത്തുനായയായ അർഗോസിന്റെ കഥയാണ്. ഒഡീസിയസ് ട്രോജൻ യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് അവൻ സ്വന്തമായി വളർത്തിയെടുത്ത നായയായിരുന്നു അർഗോസ്. തന്റെ യജമാനൻ എന്നെങ്കിലും തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ ആ പാവം ജീവി കാത്തിരുന്നത് നീണ്ട 20 വർഷമാണ്. കാലം കടന്നുപോയപ്പോൾ അർഗോസിന് തീരെ വയ്യാതായി. ആരും നോക്കാനില്ലാതെ കൊട്ടാരത്തിന്റെ മുറ്റത്തുള്ള ഒരു ചവറ് കുഴിയിൽ തീർത്തും അവശനായി കിടക്കുകയായിരുന്നു അവൻ. അഥീന ദേവി ഒഡീസിയസിനെ ഒരു യാചകന്റെ രൂപത്തിലായിരുന്നല്ലോ കൊട്ടാരത്തിലേക്ക് അയച്ചത്. സ്വന്തം നാട്ടുകാർക്കും ഭൃത്യന്മാർക്കും എന്തിന് സ്വന്തം ഭാര്യയ്ക്ക് പോലും ആ രൂപത്തിൽ അവന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ കൊട്ടാരം മുറ്റത്തേക്ക് കയറി വന്ന ആ യാചകന്റെ ശബ്ദവും ഗന്ധവും തിരിച്ചറിഞ്ഞ ഒരേ ഒരാൾ അർഗോസ് ആയിരുന്നു. എഴുന്നേറ്റ് ഒഡീസിയസിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ അവന് തീരെ ശക്തി ഉണ്ടായിരുന്നില്ല. പകരം യജമാനെ കണ്ട സന്തോഷത്തിൽ അവനൊന്ന് വാലാട്ടി. സ്നേഹത്തോടെ ചെവികൾ താഴ്ത്തി. തൻ്റെ പ്രിയപ്പെട്ട നായയുടെ ഈ അവസ്ഥ കണ്ട് ഒഡീസിയസിന്റെ ഹൃദയം തകർന്നെങ്കിലും തൻ്റെ വേഷം പിടിക്കപ്പെടാതിരിക്കാൻ അവനെ ചേർത്ത് പിടിക്കാൻ ഒഡീസിയസിന് കഴിഞ്ഞില്ല. ആരും അറിയാതെ ഒരു തുള്ളി കണ്ണീർ പൊഴിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. തൻ്റെ യജമാനൻ സുരക്ഷിതനായി തിരിച്ചെത്തിയെന്ന് ഉറപ്പായ ആ നിമിഷം ആ വലിയ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് അർഗോസ് സന്തോഷത്തോടെ എന്നേക്കുമായി കണ്ണടച്ചു. തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയ ഒഡീസിയസ് ഒടുവിൽ ഭാര്യയുടെ അടുത്തേക്ക് ചെന്നു. 20 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവർ വീണ്ടും ഒന്നിച്ചു. അപ്പോൾ ഒരു ചിരിയോടെ കണ്ണീരോടെ അവൾ ചോദിച്ചു, ഇത്രയും കാലം നീ എവിടെയായിരുന്നു? അതിന് മറുപടിയായി അവൻ പറഞ്ഞു, ഞാൻ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്?